മക്കൾ വലുതായാൽ അവർ തങ്ങളുടെ കരങ്ങൾക്ക് ശക്തിയാകുമെന്ന് പ്രതീക്ഷിച്ച ഒരു പിതാവ്. പക്ഷേ ആ പ്രതീക്ഷകൾ തന്നെ ആ പിതാവിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ വേദനയായി മാറി. മക്കൾ കൈവിട്ടിടത്ത് ഒരു അന്യൻ കൈത്താങ്ങായി മാറിയ സ്നേഹത്തിൻ്റെ കഥയാണ് ഇന്ന് നമുക്ക് കേൾക്കാനുള്ളത്. അവിവാഹിത ഭാഗം 27. അമ്മയും മകനും തമ്മിലുള്ള സംസാരം ഗോപാലകൃഷ്ണൻ കേട്ടു. അതയാളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. എന്തുമാത്രം സ്നേഹം നൽകിയാണ് താനും വനജയും തങ്ങളുടെ മക്കളെ വളർത്തിയിരുന്നത് എന്ന് അയാൾ അപ്പോൾ ഓർത്തു. അവർ വലുതാകുമ്പോൾ തൻ്റെ കരങ്ങൾക്ക് ശക്തി പകരുമെന്നാണ് കരുതിയിരുന്നത്. ഇപ്പോൾ പ്രതീക്ഷകൾ അസ്ഥാനത്തായി എന്നു മാത്രമല്ല, തൻ്റെ അവശതയിൽ പിന്താങ്ങാകേണ്ടവർ അവഗണിക്കുക കൂടി ചെയ്യുന്നു. അത് ഈ അവസ്ഥയിൽ കൂടുതൽ വേദനിപ്പിക്കുന്നതാണ്. ഇനി തന്നെ സഹായിക്കാൻ ആരാണാവോ ഉണ്ടാവുക? അപ്രതീക്ഷിതമായ ഏതെങ്കിലും കോണിൽ നിന്നും സഹായഹസ്തങ്ങൾ നീണ്ടുവന്നെങ്കിലായി. സഹായം പ്രതീക്ഷിച്ചവരും സഹായിക്കാൻ കടമയുള്ളവരും തരുന്നില്ല. പിന്നെയല്ലേ മറ്റുള്ളവർക്ക് തരാൻ തോന്നാൻ? താൻ ഭർത്താവിനെ പോയി കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. താനും മകനും കൂടി സംസാരിച്ചതെങ്ങാനും കേട്ട് കാണുമോ? കേൾവിക്ക് ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. സംസാരമാണെങ്കിൽ അത്രയൊന്നും വ്യക്തമാകുന്നില്ല. ചെവി ചുണ്ടിനോട് ചേർത്ത് വെച്ചാൽ തനിക്ക് അദ്ദേഹം പറയുന്നത് മനസ്സിലാകും. പറഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിൽ വിചാരിക്കുന്നത് മനസ്സിലാക്കാൻ മാത്രമുള്ള മാനസിക അടുപ്പം തമ്മിലുണ്ട്. സ്നേഹത്തിൻ്റെ സാഗരമായിരുന്നു അദ്ദേഹം. കരയാൻ എന്തു സംഭവിച്ചു എന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല. എന്തൊക്കെയോ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന കാര്യം ഉറപ്പായും മനസ്സിലാക്കാം. പക്ഷേ എന്താണെന്ന് പിടികിട്ടുന്നില്ല. തനിക്ക് മനസ്സിലാക്കാവുന്നതിന് പ്രകാരം മുൻപോട്ടുള്ള യാത്ര വിഷമകരമാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് നന്നായി അറിയാമായിരിക്കും. പുറത്തെവിടെയെങ്കിലും പോയി ജോലി എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ കാര്യം നോക്കാൻ മറ്റാരുമില്ല. ഏതെങ്കിലും സന്നദ്ധ സംഘടനകളും മറ്റും സഹായിക്കാൻ എത്തിയാൽ ഭാഗ്യമായിരുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ ഈ സാഹചര്യത്തിൽ തങ്ങൾക്ക് കഴിയുമായിരുന്നുള്ളൂ. എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ഒരു രൂപവുമില്ലായിരുന്നു. എത്ര രൂപ മകൻ അയക്കുമെന്ന് അറിയില്ലായിരുന്നല്ലോ. അവന് മനസ്സുള്ളത്രയും അയക്കട്ടെ. അവൻ്റെ സാഹചര്യം അവന് മാത്രമല്ലേ അറിയൂ. താൻ കണ്ടിട്ടില്ലാത്ത നാടാണ്. അവിടുത്തെ ജോലി രീതികൾ എങ്ങനെയെന്ന് അറിയില്ല. വരുമാനം എങ്ങനെയെന്നും അറിയില്ല. പിന്നെ അവനോട് കൂടുതൽ ചോദിക്കുന്നതിലും വലിയ കാര്യമൊന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനെ സമാധാനിക്കാനാണ് തനിക്ക് അപ്പോൾ തോന്നിയത്. അല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിൽ വിചാരിച്ച് നിരാശപ്പെടുന്നതുകൊണ്ടും കാര്യമൊന്നുമില്ലല്ലോ. മൂത്തവൻ അവൻ്റെ അഭിപ്രായം പറഞ്ഞു. ഇനി ഒരുത്തനും കൂടി ഉണ്ടല്ലോ. എല്ലാവരും ഒരുമിച്ച് കൈവിടുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരുമിച്ച് കൈവിട്ടാൽ തന്നെ അപ്പോൾ കൈ തന്ന് സഹായിക്കാൻ ദൈവം ഉണ്ടാകും. അത് മനുഷ്യരുടെ രൂപത്തിലോ മറ്റെന്തെങ്കിലും രൂപത്തിലോ ആയിരിക്കും എന്നേയുള്ളൂ. അക്കാര്യത്തിൽ തനിക്ക് ഉറച്ച വിശ്വാസമായിരുന്നു. ഏട്ടന് അത്രയൊന്നും വിശ്വാസമില്ലായിരുന്നു. എങ്കിലും ഇപ്പോൾ സ്ഥിതി മിക്കവാറും മാറിയിട്ടുണ്ടാകും. താൻ ഇളയവനോടും വിളിച്ച് ഇതേ കാര്യം പറഞ്ഞു. കാര്യം മുഴുവൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ അവൻ അല്പം ദേഷ്യത്തിലാണ് ഇങ്ങോട്ട് പറഞ്ഞത്. ചേട്ടനെ വിട്ട കാലഘട്ടത്തിൽ മുതലേ ഞാൻ പറയുന്നതല്ലേ, എന്നെയും എത്രയും വേഗം തന്നെ വിദേശത്തേക്ക് വിടണം എന്ന്. എന്നിട്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞു വിട്ടത്?
അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ. എന്നിട്ട് നീ ചെന്നപ്പോഴേക്കും അവിടുത്തെ വെള്ളം പറ്റിപ്പോയോ? മണലെല്ലാം പറന്നുപോയോ? കാര്യം പറയുമ്പോൾ ന്യായം പറയാണ്ട് പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറയടാ. അമ്മ പറഞ്ഞതുപോലെ വെള്ളമെല്ലാം ഒഴുകിപ്പോവുകയോ മണലെല്ലാം പറന്നു പോവുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ ഇവിടുത്തെ തൊഴിലവസരങ്ങൾ വല്ലാതെ കുറഞ്ഞുപോയി. അതനുസരിച്ച് ആനുകൂല്യങ്ങളും. ഒരു നിശ്ചിത കാലഘട്ടത്തിന് ശേഷം വന്നവർക്ക് ഇവിടെ കാര്യമായ കൂലിയൊന്നും ലഭിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചെലവിനുള്ളത് തന്നെ കഷ്ടിച്ചാണ് കിട്ടുന്നത്. പിന്നെ ഞാൻ എങ്ങനെ അച്ഛനെ ചികിത്സിക്കാൻ തരും? മക്കൾ അച്ഛനമ്മമാർക്ക് കൊടുക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ തീർന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതല്ല. അവരുടെ ആവശ്യങ്ങളിൽ ഒരു ഭാഗം മാറ്റിവെച്ചിട്ട് ചിലപ്പോൾ അച്ഛനെയും അമ്മയെയും സഹായിക്കേണ്ടി വരും. അവരുടെ കാര്യങ്ങൾ നോക്കാനുള്ള ഉത്തരവാദിത്വം തങ്ങളുടേതാണ് എന്ന് ബോധമുണ്ടെങ്കിൽ മാത്രം. ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു ചിന്തയില്ല. വീട്ടിൽ നിന്ന് കിട്ടുന്നത് മുഴുവൻ അങ്ങോട്ട് വാങ്ങിക്കാം എന്നല്ലാതെ അവരുടെ കയ്യിൽ നിന്നൊന്നും വീട്ടിലേക്ക് കൊടുക്കരുത് എന്ന ഒരു തരം സ്വാർത്ഥ മനസ്ഥിതിയാണ് രണ്ടു പേർക്കും. ആരോടെങ്കിലും ഇക്കാര്യം പറഞ്ഞാലോ, അപ്പോൾ അവർ പറയും, നിങ്ങൾ വളർത്തിയതല്ലേ, നിങ്ങളുടെ സ്വഭാവമായിരിക്കും അവർക്കും എന്ന്. ഗോപാലകൃഷ്ണേട്ടൻ അങ്ങനെ ആയിരുന്നില്ല. തൻ്റെ വീട്ടിലേക്കാണെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഉള്ളതിൻ്റെ പരമാവധി സഹായം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏട്ടൻ്റെ വീട്ടിലേക്കും പരമാവധി കൊടുത്തിട്ടുണ്ട്. ഏട്ടൻ്റെ അച്ഛന് സുഖമില്ലാതെ കിടന്നപ്പോൾ ഒരു ദിവസമില്ലാതെ രണ്ടുപേരും അവിടെ പോയി നിൽക്കുകയും പണം കൊണ്ടും ആളുകൊണ്ടും സഹായം ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യുകയും ചെയ്തതാണ്. അത് മക്കളും കണ്ടിട്ടുള്ളതുമാണ്. എങ്ങനെയാണ് സുഖമില്ലാത്ത ഒരാളെ സഹായിക്കേണ്ടത് എന്ന് മാതൃക കാണിച്ചു കൊടുക്കാതിരുന്നിട്ടൊന്നുമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോഴേക്കും സ്വാർത്ഥത അവരുടെ മനസ്സിൽ കുടിയേറി. അച്ഛനും അമ്മയും വേണ്ട എന്നായി. ഇനിയിപ്പോൾ അച്ഛനമ്മമാരെ കൊണ്ട് കാര്യമായി ഒന്നും ഉപകാരമില്ലെന്ന ബോധം രണ്ടുപേർക്കും ഉണ്ടായതാവാം കാരണം. അമ്മ എന്താണ് ഞാൻ പറഞ്ഞതിന് മറുപടിയൊന്നും പറയാത്തത്? അതോ അമ്മയ്ക്കും ശബ്ദിക്കാൻ പറ്റാതെ ആയോ? നിന്നോടൊക്കെ എന്ത് മറുപടി പറയാനാണ്? നിന്റെ കയ്യിൽ ബാക്കിയുണ്ടായിട്ട് അച്ഛനെ സഹായിക്കാം എന്ന് നീ വിചാരിക്കുന്നു. നിന്നോടും ചേട്ടനോടും ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഞങ്ങളുടെ കാര്യം എങ്ങനെയെങ്കിലും ഇവിടെ നടന്നുകൊള്ളും. അമ്മ ദേഷ്യപ്പെടുകയോ പരിഭവിക്കുകയോ ഒന്നും ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. നിലവിലെ സാഹചര്യം അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്കാരോടും ദേഷ്യമോ വിരോധമോ ഒന്നുമില്ല. എൻ്റെ സാഹചര്യത്തിനെ എനിക്ക് അഭിമുഖീകരിച്ചേ പറ്റൂ. അതിനിപ്പോൾ ഏറ്റവും അടുത്തവരെന്ന നിലയിൽ നിങ്ങളോട് പറഞ്ഞു. സാധിക്കുന്നില്ലെങ്കിൽ ഇനിയും ഈ നാട്ടിൽ ആളുകളുണ്ടല്ലോ. പാർട്ടിക്കാർ പിരിവ് നടത്തി സഹായിക്കാമെന്ന് പറഞ്ഞതാണ്. അവർക്ക് തന്നെ ഒരു സംശയം. മക്കൾ രണ്ടുപേരും വിദേശത്തുണ്ടല്ലോ, അവർ എന്തെങ്കിലും സഹായം ചെയ്യില്ലേ എന്ന്. ഇനിയിപ്പോൾ ആ വഴി അടഞ്ഞ സ്ഥിതിക്ക് അവരോട് തന്നെ പറയാം. എന്നാൽ പിന്നെ അങ്ങനെ നോക്ക്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. എന്നിട്ട് അവനും ചേട്ടൻ്റെ അതേ പാതയിൽ പറ്റുന്നത് പോലെ അയച്ചു തരാമെന്നാണ് പറഞ്ഞത്. അവിടെ ഇപ്പോൾ എന്താണ് ചെലവ്? വീണ് കിടക്കുന്ന അച്ഛന് എന്തിനു മരുന്ന് മേടിച്ചു കൊടുക്കണം എന്നൊക്കെയാണ് ഇളയവൻ ചോദിച്ചത്. ചോദിച്ച ടോൺ വെച്ച് നോക്കുമ്പോൾ മൂത്തവനേക്കാൾ മോശമാണ് അനിയൻ എന്ന് തോന്നിപ്പോകും. അന്ന് വിളിച്ചതാണ് അവസാനമായി മക്കൾ രണ്ടുപേരും. പിന്നീട് അവരിൽ നിന്നും അച്ഛന് എങ്ങനെ ഉണ്ടെന്നറിയാനോ എങ്ങനെ കാര്യങ്ങൾ നടന്നു പോകുന്നു എന്നറിയാൻ വേണ്ടിയോ ഒരു വിളി ഉണ്ടായില്ല. ഓരോ തവണ ഫോൺ റിങ് ചെയ്യുമ്പോഴും പ്രതീക്ഷിച്ചു,
അത് അവരായിരിക്കുമെന്ന്. പക്ഷേ പ്രതീക്ഷിച്ചത് മാത്രം ബാക്കി. ഏട്ടനെ ചികിത്സിക്കാൻ പാർട്ടിക്കാർ നാട് മുഴുവൻ നടന്ന് പിരിവെടുത്തു. അവിടെയും പ്രധാന തടസ്സമായി നിന്നത് മക്കൾക്ക് രണ്ടുപേർക്കും വിദേശത്ത് നല്ല നിലയിൽ ജോലിയുണ്ടെന്നതായിരുന്നു. മൂത്ത മകൻ്റെ കൂടെ തന്നെ ജോലിയുള്ള സതീശൻ പറഞ്ഞു, ലക്ഷക്കണക്കിന് രൂപ അവന് മാസശമ്പളം കിട്ടുന്നുണ്ടല്ലോ. എന്നിട്ട് ഈ അച്ഛനെ ചികിത്സിക്കാൻ വേണ്ടി 10,000-ഓ 20,000-ഓ അയക്കാൻ അവന് ഇല്ല എന്ന് അവൻ പറഞ്ഞോ? പറഞ്ഞു കാണില്ല. ചിലപ്പോൾ ഇവർ വെറുതെ പറയുന്നതായിരിക്കും. മക്കളോട് ചോദിച്ചിട്ട് പോലും കാണില്ല. പിരിവിന് പോയവരിൽ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സുമേഷ് തങ്ങളുടെ തൊട്ട് അയൽപക്കക്കാരനായിരുന്നു. സതീശൻ പറയുന്നത് പോലെ അങ്ങനെ നുണ പറഞ്ഞ് സഹായം മേടിക്കുന്ന സ്വഭാവക്കാരല്ല അവർ. ഞങ്ങൾ അവരെ വർഷങ്ങളായി അറിയുന്നതാണ്. അവർ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഈ മക്കളെ വിദേശത്തയച്ചതെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. അവരിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് എനിക്ക് തന്നെ നേരിട്ട് അറിയാവുന്നതാണ്. അല്ലെങ്കിലും നാട്ടിൽ ആരും അറിയാതെ ഇങ്ങോട്ട് സഹായം എത്തില്ലല്ലോ. ബാങ്കിലേക്ക് വന്നാൽ അറിയാൻ വേണ്ടി ബാങ്കിൽ ജോലിയുള്ളവർ അവിടെയുണ്ട്. പോസ്റ്റ് ഓഫീസിൽ പണം വന്നാൽ അറിയാൻ പോസ്റ്റ് ഓഫീസിൽ ജോലിയുള്ളവരും അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഒരിടത്തേക്കും പണം വന്നില്ലെങ്കിൽ മാത്രമേ അറിയാതിരിക്കുകയുള്ളൂ. സുമേഷ് പറഞ്ഞത് ഗൗരവത്തിലാണെന്ന് മനസ്സിലായതോടെ സതീശൻ പ്ലേറ്റ് തിരിച്ചു വച്ചു. അവൻ്റെ സാഹചര്യം നേരിട്ടറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അവൻ പൈസ ആർക്കും കൊടുക്കുന്നത് ഇഷ്ടമല്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് തരുന്നതിൽ മാത്രമേ അങ്ങനെയുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയല്ല അല്ലേ? സതീശൻ നല്ലൊരു തുക കൊടുത്ത് സഹായിച്ചു. എല്ലാവരും കൂടി ചേർന്നപ്പോൾ ചികിത്സയ്ക്ക് വേണ്ട പണം കിട്ടി. ചികിത്സാ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും വന്നില്ല. എന്നാലും ഏട്ടൻ്റെ മനസ്സ് വല്ലാതെ ഇടിഞ്ഞു പോയിരുന്നു. പ്രതീക്ഷിച്ച വഴിയല്ല സഹായം വരുന്നതെന്ന് ആ കിടപ്പിലും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. സുമേഷ് ചില ദിവസങ്ങളിൽ ഏട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ അവൻ കാര്യം പറയുകയും ചെയ്തിരുന്നു. ആ കിടപ്പിൽ ആലോചിച്ചിട്ടുണ്ടാകും, മക്കൾ സഹായിച്ചിരുന്നെങ്കിൽ സുമേഷിന് ഇത്ര ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന്. നാട്ടിൽ എല്ലാവരുടെയും മുൻപിൽ കൈ നീട്ടിയിട്ടായിരിക്കുമല്ലോ അവൻ തനിക്ക് ചികിത്സയ്ക്കുള്ള പണം സംഘടിപ്പിച്ച് തരുന്നത്. അവന് ഇതിന് പ്രത്യേകിച്ച് കടമകളൊന്നുമില്ല. കടമകൾ ഉള്ളവർ സഹായിക്കാത്തപ്പോൾ കടമകൾ ഇല്ലാത്തവരെങ്കിലും സഹായിക്കും. ആരെങ്കിലും വേണമല്ലോ. ആ മുഖം പിന്നീട് സന്തോഷമുള്ളതായി ഒരിക്കലും താൻ കണ്ടിട്ടില്ല. എപ്പോൾ നോക്കുമ്പോഴും കണ്ണിൽ നിന്ന് നനവ് താഴേക്ക് പടർന്നിറങ്ങുന്നതായി കാണാം. എന്താണ് മനസ്സിലെ ദുഃഖം എന്ന് അപ്പോഴൊന്നും മനസ്സിലാക്കാൻ തനിക്ക് കഴിയുന്നില്ലായിരുന്നു. തൻ്റെ അറിവിൽ ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ. അത് മക്കൾ തങ്ങളോട് കാണിക്കുന്ന അവഗണനയാണ്. അവർ വിളിക്കുന്നതായോ അന്വേഷിക്കുന്നതായോ ഒന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടായിരിക്കണം പിന്നീട് ഒരിക്കലും ചോദിച്ചിട്ടുമില്ല. എന്തിന് വിഷമിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. ഒരു ദിവസം ഏട്ടൻ്റെ സ്ഥിതി പെട്ടെന്ന് കൂടുതലായി. താൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരു കാരണവശാലും വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് എത്രയും വേഗം സുമേഷിനെ വിളിച്ചു. കാര്യം പറഞ്ഞതേ അവൻ്റെ 2 കൂട്ടുകാരെയും കൂട്ടി വാഹനവും കൊണ്ടാണ് സ്ഥലത്ത് വന്നത്. അവർ തന്നെയാണ് ഏട്ടനെ എടുത്ത് കൊണ്ടുപോയി വണ്ടിയിൽ കയറ്റിയതും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും. അതിന് തൊട്ടു പിന്നാലെ മറ്റൊരു വണ്ടിയിലാണ് താൻ ആശുപത്രിയിലെത്തിയത്. അപ്പോഴേക്കും ഏട്ടനെ ICUവിലേക്ക് കയറ്റി. താൻ സങ്കടപ്പെട്ട് പുറത്ത് കാത്തിരുന്നു. അപ്പോൾ സുമേഷ് അടുത്ത് വന്നിരുന്നു.
എന്നിട്ട് പറഞ്ഞു, അല്പം കൂടുതലാണെന്നാണ് തോന്നുന്നത്. ചേച്ചി വിഷമിക്കാനൊന്നുമില്ല, വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്. ഞാനും അറിയുന്ന ഡോക്ടറാണ്. ചേച്ചിക്ക് കൂട്ടിരിക്കാൻ ആരെങ്കിലും വേണമെങ്കിൽ വീട്ടിൽ നിന്നും പറഞ്ഞു വിടാം. വേണ്ട മോനെ, ഇവിടെയൊക്കെ ആളുകളുണ്ടല്ലോ. അത്യാവശ്യ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊള്ളാം. അവരോടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാം. എന്നിട്ടും അവൻ അപ്പോഴൊന്നും മടങ്ങിപ്പോയില്ല. വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടാണ് അവൻ വീട്ടിലേക്ക് പോയത്. ഗോപാലകൃഷ്ണൻ അധിക ദിവസം കിടന്നില്ല. ആശുപത്രിയിൽ ചെന്നതിൻ്റെ കൃത്യം 3-ാം ദിവസം വൈകുന്നേരം ഗോപാലകൃഷ്ണേട്ടൻ തന്നെ അനാഥയാക്കി ഈ ലോകം വിട്ടുപോയി. മക്കളിൽ നിന്ന് പ്രതീക്ഷിച്ചത് ലഭിച്ചില്ല. കടമയൊന്നുമില്ലാതിരുന്ന ചില മനുഷ്യർ സ്നേഹത്തിൻ്റെ കരങ്ങൾ നീട്ടി. ഗോപാലകൃഷ്ണൻ്റെ ജീവിതത്തിലെ ആ അവസാന നിമിഷങ്ങൾ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ബാക്കിയായത് ഒരുപാട് ചോദ്യങ്ങളായിരിക്കും. കടമയുള്ളവർ കൈവിട്ടപ്പോൾ കടമയില്ലാത്തവർ കൈപിടിച്ചത് എന്തുകൊണ്ടായിരിക്കും? അറിയാൻ കാത്തിരിക്കാം അവിവാഹിത അടുത്ത ഭാഗത്തിൽ. ഇങ്ങനെയുള്ള ജീവിതങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് കേട്ടോ. ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഓർമ്മിക്കുമല്ലോ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.